നമസ്കാരം കുട്ടികളെ. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് മലയാളവുമായി ബന്ധപ്പെട്ടുള്ള 30 ചോദ്യോത്തരങ്ങളാണ്. അപ്പോൾ നിങ്ങൾ പെന്നും പേപ്പറും എടുത്തിട്ടില്ലെങ്കിൽ ആദ്യം തന്നെ പെന്നും പേപ്പറും എടുത്തു വന്നിട്ട് 1 മുതൽ 30 വരെ നമ്പേഴ്സ് ഇടുക. അതിനുശേഷം നമുക്ക് തുടങ്ങാം. ഓക്കെ, എല്ലാം റെഡി അല്ലേ? അപ്പോൾ ഞാൻ ഓരോ ക്വസ്റ്റ്യൻസ് വായിക്കുക. ഞാൻ ആൻസർ പറയുന്നതിന് മുമ്പ് തന്നെ ആൻസർ ഒന്ന് ശ്രമിക്കുക എഴുതാൻ. അപ്പോൾ എത്രയാണ് നിങ്ങളുടെ മാർക്ക് കാര്യങ്ങളൊക്കെ ലാസ്റ്റ് കമൻ്റ് ആയിട്ടൊന്ന് രേഖപ്പെടുത്തുക. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ശംഭം ശാംബകം എന്നത് ഏതു വാക്കിൻ്റെ പര്യായമാണ്? യുവാവ്, കുട്ടി, വൃദ്ധൻ, സൈനികൻ. ഉത്തരം വരുന്നത് എന്താണ്? കുട്ടിയാണ്. അടുത്തത്, സംസ്കാരത്തെ ജീവിതശൈലിയുടെ ആകെ തുക എന്ന് നിർവചിച്ചത് ആരാണ്? EP തോംസൺ, മാത്യു അർണോൾഡ്, റെയ്മണ്ട് വില്യംസ്, അൾസർ. ആരാണ്? ഉത്തരം വരുന്നത് റെയ്മണ്ട് വില്യംസ് ആണ്. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. മിക്ക കാര്യങ്ങൾക്കും ഫോട്ടോ കൂടെ ചേർത്തിട്ടുണ്ട്. അതൊന്ന് സൂക്ഷ്മമായിട്ട് നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ മറക്കാനുള്ള സാധ്യത കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, കൂടുതൽ ഓർമ്മയിൽ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ആ ഫോട്ടോയും കൂടി ആഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിവർത്തന വിധേയമല്ലാത്തതിനെ വിവർത്തനം ചെയ്യാനുള്ള പ്രയത്നം ഉപേക്ഷിക്കണം എന്ന നിർവചനം ആരുടേതാണ്? JC കാറ്റ്ഫോർഡ്, ബെനഡിക്റ്റ് ക്രോച്ചെ, ഹിലായർ ബെല്ലോക്ക്, മാത്യു അർണോൾഡ്. ഉത്തരം വരുന്നത് എന്താണ്? ഹിലായർ ബെല്ലോക്കാണ്. അടുത്ത ചോദ്യം, പഞ്ചതന്ത്രത്തിൻ്റെ അറബി വിവർത്തനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? കലഹിനി ദമനകം, ദുരന്ത ദുശങ്ക, കലീല ദമനകം, കലീല ദമന. ഏതാണ് ഉത്തരം വരുന്നത്? കലീല ദമനയാണ് ഉത്തരം വരുന്നത്. അടുത്ത ചോദ്യം, ഏതു സ്ഥായി ഭാവമാണ് ശൃംഗാരം എന്ന രസമായി മാറുന്നത്? ഉത്സാഹം, രതി, ക്രോധം, ശോകം. ഉത്തരം വരുന്നത് എന്താണ്? രതിയാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും പഴയ നാണയം ഏതാണ്? തുലുക്കക്കാശ്, ആനയച്ച്, രാശി, റോമൻ നാണയം. ഉത്തരം വരുന്നത് എന്താണ്? രാശിയാണ്. തുലുക്കക്കാശ് എന്ന് പറയുന്നത് നമുക്ക് ഏതിലാണ് വിവരണം വരുന്നതെന്ന് വെച്ചാൽ ഉണ്ണിയാടി ചരിത്രത്തിൽ എന്താണ് തുലുക്കക്കാശിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആനയച്ചിനെ കുറിച്ച് ഉണ്ണിയാടി ചരിത്രത്തിലും പറയുന്നുണ്ട്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. ലീലാതിലകകാരൻ പറയുന്ന മണിപ്രവാള ലക്ഷണങ്ങൾ പരിപൂർണമായും യോജിക്കുന്ന കാവ്യമേത്? ഉത്തരം വരുന്നത് വൈശിക തന്ത്രമാണ്. ഏതാണ്? വൈശിക തന്ത്രം. അടുത്ത ചോദ്യം നോക്കാം. അദൃശ്യ വനങ്ങൾ ഏത് സാഹിത്യ വിഭാഗത്തിൽപ്പെടുന്നു? ഇവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് നോക്കുക കേട്ടോ. പരിസ്ഥിതി ലേഖനം, നോവൽ, കഥാസമാഹാരം, തിരക്കഥാ പഠനം. ഉത്തരം വരുന്നത് എന്താണ്? അദൃശ്യ വനങ്ങൾ എന്നത് നോവലാണ്. അത് എഴുതിയിരിക്കുന്നത് N പ്രഭാകരനാണ്. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. വിഷാദം പൂക്കുന്ന മരങ്ങൾ ആരുടെ ആത്മകഥയാണ്? മാധവിക്കുട്ടി, P വത്സല, ഗ്രേസി, ലളിത ലെനിൻ. ഉത്തരം വരുന്നത് എന്താണ്? മാധവിക്കുട്ടിയാണ്. വിഷാദം പൂക്കുന്ന മരങ്ങൾ മാധവിക്കുട്ടിയുടെ ആത്മകഥയാണ്. അടുത്തത്, സ്നേഹത്തിന് നഖത്തിൻ്റെയും പല്ലിൻ്റെയും മൂർച്ചയുണ്ട് എന്ന് ബഷീർ ഏത് നോവലിലാണ് പറഞ്ഞിട്ടുള്ളത്? ബാല്യകാലസഖി, പാത്തുമ്മയുടെ ആട്, മതിലുകൾ, ശബ്ദങ്ങൾ. ഉത്തരം വരുന്നത് എന്താണ്? ബാല്യകാലസഖിയാണ്. കേരള പെട്രിയറ്റ് എന്ന ഇംഗ്ലീഷ് പത്രം ആരംഭിച്ചതാര്? കേസരി A ബാലകൃഷ്ണപിള്ള, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള, CV രാമൻപിള്ള, EV കൃഷ്ണപിള്ള. ഉത്തരം വരുന്നത് എന്താണ്? CV രാമൻപിള്ളയാണ്. അടുത്ത ചോദ്യം നോക്കാം. കുടജാത്രിയുടെ സംഗീതം എന്ന കൃതിയുടെ കർത്താവ്? രാജൻ കാക്കനാടൻ, D ബാബു പോൾ, സുജാത ദേവി, ജോർജ് വർഗീസ് കാക്കനാടൻ. ഉത്തരം വരുന്നത് എന്താണ്? ജോർജ് വർഗീസ് കാക്കനാടനാണ്. ഇവിടെ ഒരു ഡൗട്ട് ഉണ്ടാക്കുന്ന ഒരു ഓപ്ഷനും കൂടി ഉണ്ട്, രാജൻ കാക്കനാടൻ. അപ്പം ശ്രദ്ധിച്ച് തന്നെ എഴുതുക. ജോർജ് വർഗീസ് കാക്കനാടനാണ് കുടജാത്രിയുടെ സംഗീതം എന്ന കൃതിയുടെ കർത്താവ്. അടുത്തത്, പ്രാചീന കാലത്ത് മരത്തിൽ കയറുന്നവർ നൽകിയിരുന്ന നികുതി? കടമവരി, മരവരി, തളക്കാണം, തലവരി. ഉത്തരം വരുന്നത് എന്താണ്? തളക്കാണമാണ്. നമ്മൾ തെങ്ങി കയറുന്നതിന് തളപ്പിട്ട് കയറുക എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ആലോചിച്ചാൽ മതി. പലതരത്തിലുള്ള നികുതികളുടെ പേരാണ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ഏണിക്കാണം, തളക്കാണം, മേനിപ്പൊന്ന്, പൊലിപ്പൊന്ന്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സംഭവങ്ങൾ വരുന്നുണ്ട് പ്രാചീന കാലത്ത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചേരുംപടി ചേർക്കുക ഏതാണ് ഇതിൽ വരുന്നത്? ഒന്നാമത്തെ ഭാഗത്ത് വരുന്നത് പന്ത്, പുരുഷന്മാരില്ലാത്ത ലോകം, കന്യകയുടെ പുല്ലിംഗം, ഒരു പൊട്ടിച്ചിരി. അടുത്ത കോളത്തിൽ വരുന്നതോ ലളിതാംബിക അന്തർജനം, സാറ ജോസഫ്, K സരസ്വതമ്മ, ഗ്രേസി. ഏതാണ് ഉത്തരം വരുന്നത്? ഓപ്ഷൻ A ആണ് കറക്റ്റായിട്ട് വരുന്ന ഉത്തരം. ഏതാണെന്ന് നോക്കാം. പന്ത് എന്ന് പറയുന്നത് ഗ്രേസിയുടെ കൃതിയാണ്.
പുരുഷന്മാരില്ലാത്ത ലോകം എന്നത് കെ സരസ്വതി അമ്മയുടെ കൃതിയാണ്. കന്യകയുടെ പുല്ലിംഗം എന്നത് സാറ ജോസഫിൻ്റെ കൃതിയാണ്. ഒരു പൊട്ടിച്ചിരി എന്നത് ലളിതാംബിക അന്തർജനത്തിൻ്റെതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അടുത്തത്, പല ഭാഷകളിൽ എഴുതപ്പെട്ടുവെങ്കിലും ഭാരതീയ സാഹിത്യം ഒന്നാണ്. ഏത് സ്ഥാപനത്തിൻ്റെ ആപ്തവാക്യമാണിത്? ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്, കേന്ദ്ര സാഹിത്യ അക്കാദമി, കേരള സാഹിത്യ അക്കാദമി, കേരള ഫോക്ലോർ അക്കാദമി. ഏതാണ് വരുന്നത്? കേന്ദ്ര സാഹിത്യ അക്കാദമിയാണ്. എന്താണ്? പല ഭാഷകളിൽ എഴുതപ്പെടുന്നുവെങ്കിലും ഭാരതീയ സാഹിത്യം ഒന്നാണ്. അപ്പം ഭാരതത്തെക്കുറിച്ച് മെൻഷൻ ചെയ്യുമ്പം തന്നെ ഓർത്ത് വെക്കുക, അത് ഏതായിരിക്കും? കേന്ദ്ര സാഹിത്യ അക്കാദമി ആയിരിക്കും. തകഴിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഫ്രഞ്ച് എഴുത്തുകാരൻ ആരാണ്? ഹെലിൻ സിക്സ്, വിക്ടർ ഹ്യൂഗോ, ഷാൻ പോൾ സാർത്ത്, മോപ്സാങ്. ഏതാണ് ഉത്തരം വരുന്നത്? എല്ലാവർക്കും അറിയാം അല്ലേ? മോപ്സാങ് ആണ്. കേരള മോപ്സാങ് എന്നറിയപ്പെടുന്നത് തകഴിയാണ്. അടുത്ത ചോദ്യം നോക്കാം. എടോ, മരണം ഒരു ഫലിതമാണ്, പ്രത്യേകിച്ചും അവനവൻ്റെ മരണം. ഏത് നാടകത്തിലെ സംഭാഷണമാണിത്? പാട്ടബാക്കി, സമത്വവാദി, 1128 ക്രൈം 27, സൃഷ്ടി. ഏതാണ് വരുന്നത്? ഉത്തരം വരുന്നത് 1128 ക്രൈം 27 ആണ്. ഇതാരാണ് എഴുതിയിരിക്കുന്നത്? CJ തോമസിൻ്റെ നാടകമാണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. അപ്പം കുറച്ച് വരികളും അതിൻ്റെ എഴുത്തുകാരുമാണ് തന്നിരിക്കുന്നത്. തൃപ്തിയേകാ മനസ്സിനൊരു കാലം, ത്യാഗമെന്നതേ നേട്ടം, താഴ്മതാൻ അഭ്യുന്നതി, വാശിയാൽ അടിയെനിക്കേറ്റതുപോലെ തോന്നി, നീ കൃഷ്ണശിലതൻ താളം. ഇത്രയാണ് വരികൾ തന്നിരിക്കുന്നത്. ഓപ്ഷൻസ് എഴുത്തുകാരൻ വരുന്നത് പെരുന്തച്ചൻ, മേഘരൂപൻ, ജ്ഞാനപ്പാന, എൻ്റെ ഗുരുനാഥൻ. ഏതാണ് വരുന്നത് ശരിയായിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ എ ആണ് വരുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ തൃപ്തിയാക മനസ്സിനൊരു കാലം എന്നുള്ളത് ജ്ഞാനപ്പാനയിലേതാണ്. ത്യാഗമെന്നതേ നേട്ടം, താഴ്മതാൻ അഭ്യുന്നതി എന്നുള്ളത് എൻ്റെ ഗുരുനാഥനിലെയാണ്. വാശിയാൽ അടി എന്നെനിക്കേറ്റതുപോലെ തോന്നി, അത് പെരുന്തച്ചനിലാണ്. നീ കൃഷ്ണശിലതൻ താളം എന്ന് പറയുന്നത് മേഘരൂപനിലെയാണ്. അപ്പം അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. ശ്രീനാരായണ ഗുരുവിൻ്റെ ദാർശനിക കൃതികളിൽ പെടാത്തതേതെന്നാണ് ചോദ്യം. ദൈവശതകം, നവമഞ്ജരി, ദർശനമാല, അദ്വൈത ദീപിക. ഉത്തരം വരുന്നത് ഏതാണ്? നവമഞ്ജരിയാണ്. ഓപ്ഷൻ ബി. അടുത്ത് നോക്കാം. മൃത്യുഞ്ജയം എന്ന നോവൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് പി മാധവൻ പിള്ള, ആനി തയ്യിൽ, സക്കറിയ, ബി ഉണ്ണികൃഷ്ണൻ. ആരാണ്? ഉത്തരം വരുന്നത് പി മാധവൻ പിള്ളയാണ്. ബീരേന്ദ്രകുമാർ ഭട്ടാചാര്യ എന്ന ഒരാൾ എഴുതിയിട്ടിരിക്കുന്ന നോവലാണ്. അതാണ് മലയാളത്തിലേക്ക് പി മാധവൻ പിള്ള വിവർത്തനം ചെയ്തിരിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ഡിവൈൻ കോമഡി ഏത് വിഭാഗത്തിൽപ്പെട്ട കൃതിയാണ്? മഹാകാവ്യം, നോവൽ, ഖണ്ഡകാവ്യം, ചരിത്ര നോവൽ. ഉത്തരം വരുന്നത് എന്താണ്? മഹാകാവ്യമാണ്. ആരാണ് ഇത് എഴുതിയിരിക്കുന്നത്? ദാന്തെയാണ് ഇത് എഴുതിയിരിക്കുന്നത്. അടുത്ത ചോദ്യം. മലയാളം തമിഴിൽ നിന്ന് വിട്ടുപോന്ന ഒരു ഭാഷയാണ്. ഒരു കാലത്ത് കേരളത്തിൽ സംസാരിച്ചു പോന്ന കൊടുന്തമിഴ് മലയാളത്തിൽ പരിണമിച്ചു. ആരുടെ വാദമാണിത്? ഉത്തരം വരുന്നത് എന്താണ്? AR രാജരാജവർമ്മയാണ്. മലയാളം തമിഴിൽ നിന്ന് വിട്ടുപോന്ന ഒരു ഭാഷയാണ്. ഒരു കാലത്ത് കേരളത്തിൽ സംസാരിച്ചു പോന്ന കൊടുന്തമിഴ് മലയാളമായി പരിണമിച്ചു. അപ്പോൾ ഉത്തരം വരുന്നത് AR രാജരാജവർമ്മയാണ്. ഈനക്കാർഡൻ്റെ ചായ പിടിച്ച് G ശങ്കരക്കുറുപ്പ് രചിച്ച കവിത? ജീവന സംഗീതം, പൂജാപുഷ്പം, മൂന്നരുവിയും ഒരു പുഴയും, പതികൻ്റെ പാട്ട്. ഏതാണ് വരുന്നത്? മൂന്നരുവിയും ഒരു പുഴയുമാണ്. ആലപ്പുഴയിലെ കയർ തൊഴിലാളികളുടെ കഥ പറയുന്ന കേശവദേവിൻ്റെ നോവൽ? ഉത്തരം വരുന്നത് ഏതാണ്? കണ്ണാടിയാണ്. ആലപ്പുഴയിലെ കയർ തൊഴിലാളികളുടെ കഥ. കയർ തൊഴിലാളി എന്ന് പറയുമ്പം A ഓപ്ഷൻ കയർ എഴുതി പോകരുത്. അത് നമുക്ക് ആരുതാ വരുന്നത്? തകഴിയുടെയാണ് വരുന്നത്. ഐക്യത്രയ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്? തിയറി ഓഫ് 3 യൂണിറ്റീസ്. സോക്രട്ടീസ്, ആൻഡൺ ചെക്കോവ്, അരിസ്റ്റോഫനിസ്. ഉത്തരം വരുന്നത് ആരാണ്? അരിസ്റ്റോട്ടിലാണ്. സലൈക്യം, കാലൈക്യം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള 3 കാര്യങ്ങൾ പറയുന്നില്ലേ? ആ ഒരു കാര്യമാണ് വരുന്നത്. മലയാളത്തിലെ ആദ്യ അലങ്കാര ശാസ്ത്രം ഏതാണ്? അതെല്ലാവർക്കും അറിയുന്നതാണ്. ലീലാതിലകമാണ് വരുന്നത്. അടുത്തത് അക്കിത്തത്തിൻ്റെ കൃതികളുടെ ഗണം? ബലിദർശനം, 1963, പണ്ടത്തെ മേൽശാന്തി, മധുവിധു, വജ്രകുണ്ഡലം. ഏതാണ് അക്കിത്തത്തിൻ്റെ കൃതികൾ വരുന്നത്? 1 ബലിദർശനം, 2 പണ്ടത്തെ മേൽശാന്തി, മധുവിധു. ഇത്രയാണ് അക്കിത്തത്തിൻ്റെ കൃതികൾ.
കരിഞ്ചന്ത ആരുടെ നാടകമാണ്? VT ഭട്ടതിരിപ്പാട്, NN പിള്ള, CL ജോസ്, വയല വാസുദേവൻ പിള്ള. ആരുടെയാണ് വരുന്നത്? VT ഭട്ടതിരിപ്പാടിൻ്റെയാണ്. ഈ കരിഞ്ചന്ത എന്ന പേരിൽ കവിത എഴുതിയിട്ടുണ്ട് കേട്ടോ വേറൊരാൾ. അതാരാന്ന് നോക്കണേ. അടുത്തത്, ഉപമ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഉപമാനവും ഉപമേയവും ഒന്നാണെന്ന്, ഉപമേയം കൂടുതൽ ശ്രേഷ്ഠമാണെന്ന്, ഉപമാനോപമേയങ്ങൾക്ക് വൈസാദൃശ്യമുണ്ടെന്ന്, ഉപമാനോപമേയങ്ങൾക്ക് സാദൃശ്യമുണ്ടെന്ന്. ഉത്തരം വരുന്നത് എന്താണ്? D. ഉപമാനോപമേയങ്ങൾക്ക് സാദൃശ്യമുണ്ട്. അപ്പോൾ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ചെമ്പുകുടം ചെപ്പുകുടമായത് സന്ധി വികാരം കൊണ്ട് അനുനാസിക സംസർഗത്താൽ ഗരാദേശം ചെയ്തു ഇരട്ടിച്ചതിനാൽ ശബ്ദാന്ത വർണ്ണത്തെ ഇരട്ടിച്ചതിനാൽ. എന്താണ് വരുന്നത്? ഗരാദേശം ചെയ്തു ഇരട്ടിച്ചതിനാൽ. അപ്പോൾ നമ്മളുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു 15 മിനിറ്റ് എടുത്തിട്ടുള്ളൂ. 30 ക്വസ്റ്റ്യന് 15 മിനിറ്റ് മാത്രമാണ് എടുത്തിരിക്കുന്നത്. എല്ലാവരും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും ഒന്നും കൂടി കാണുക, മനസ്സിലാക്കുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ മാർക്ക് എത്രയാണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അറിയിക്കുക. അപ്പോൾ താങ്ക് യു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം.